അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബോൾസ് ആണ്. അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. ഞാൻ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പീസ് ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ ഓരോന്നായിട്ട് പിച്ച് അതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ എല്ലില്ലാത്ത കുറച്ച് ചിക്കനും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. നല്ലപോലെ എല്ലാം ക്രഷ് ആയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അല്ല വലിയ ബോൾസാക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ചെടുക്കാം. കുറച്ച് എണ്ണ കയ്യിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കാം. തടവി ഇങ്ങനെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ശേഷം ആ പ്ലേറ്റിൽ തന്നെ നമുക്ക് അതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് പരത്തി ഒന്ന് എടുത്ത് വയ്ക്കാം. അങ്ങനെയെല്ലാം നല്ല രീതിയിൽ പ്ലേറ്റിൻ്റെ ആ ഷേപ്പിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് പീസാക്കി വയ്ക്കാം. അങ്ങനെ എല്ലാം പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസുകളെടുത്ത് ചെറിയ ബൗൾസിൻ്റെ വലുപ്പത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടൊന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡൊന്ന് നമുക്കൊന്ന് തിരിച്ചിടാം. അത് ഫ്രൈ ആയ ശേഷം നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ 2 സൈഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസ് ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. കുട്ടികൾക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.